നമസ്കാരം. സൈക്കോസ്കോപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരാളുടെ പെരുമാറ്റത്തിലോ ചിന്തയിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എപ്പോഴാണ് ഒരു മാനസിക രോഗമായി പരിണമിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷകരമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? പക്ഷെ എങ്കിലും ജീവിതത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ചില വ്യതിയാനങ്ങൾ, ചില സംഘർഷം കൂടുകയും ആ സംഘർഷം കൂടുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ വികാരങ്ങളിലും ചിന്തയിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു പരിധിവരെ ഈ മാറ്റങ്ങളെ നമ്മൾ തന്നെ മാനേജ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത്തരം മാറ്റങ്ങളെയും അതുമായിട്ട് ബന്ധപ്പെട്ട മാനസിക സംഘർഷത്തിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ ഒരു മാനസിക ആരോഗ്യ വെല്ലുവിളിയായിട്ട് പരിണമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ്, മനോരോഗ വിദഗ്ധരെയൊക്കെ സമീപിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതൊരു ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം പ്രൊഫഷണൽസിൻ്റെ നമുക്ക് അവരുടെ ഇടപെടലിൻ്റെ ആവശ്യം എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ സൈക്യാട്രിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഒക്കെ എന്ത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് മാനസികാരോഗ്യ വെല്ലുവിളികളെ അവർ കണ്ടെത്തുന്നത് എന്നുള്ള നോക്കാം നമുക്ക്. ഇതിനുവേണ്ടി അവരൊരു ലഘുവായിട്ടുള്ളൊരു ഫോർമുല ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമുക്ക് 4Ds എന്ന് പറയാം. അതായത് 4 ഡികൾ, ഡിയിൽ തുടങ്ങുന്ന 4 വേർഡുകൾ. ഫസ്റ്റ് ആദ്യമായിട്ടുള്ളതാണ് ഡീവിയൻസ്, വ്യതിയാനം. അതായത് സാമൂഹിക മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള നമുക്ക് കുറച്ച് പ്രതീക്ഷകളുണ്ടല്ലോ. ഒരു സൊസൈറ്റിയിൽ ഒരു വ്യക്തി എങ്ങനെയായിരിക്കും പെരുമാറണം, അയാളുടെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്കുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യതിചലിച്ചു കൊണ്ടുണ്ടാകുന്ന പെരുമാറ്റം. ഉദാഹരണമായിട്ട് പറയാം, എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് മാത്രം അവിടെ ദുഃഖം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ തമാശയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല, അയാൾ കരയുകയാണ് അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നത്. മറ്റൊരു ഉദാഹരണം, ഒരു മരണ വീട്, എല്ലാവരും ദുഃഖിതരായി കാണപ്പെടുന്നു, ഒരു വ്യക്തിക്ക് മാത്രം അവിടെ ചിരിക്കുവാൻ തോന്നുന്നു. ഇതൊന്നും നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതുമായിട്ടുള്ള ബിഹേവിയറുകളാണ്. ഇത്തരം പെരുമാറ്റങ്ങളെ ഡീവിയൻസ് ബിഹേവിയർ എന്ന് പറയാം. ആദ്യത്തെ ഡി കഴിഞ്ഞു. രണ്ടാമത്തേതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഡിസ്ട്രെസ് എന്ന് പറയാം. അതായത് കഠിനമായ മാനസിക സംഘർഷം. ഒരു വ്യക്തി കഠിനമായ മാനസിക സംഘർഷം അനുഭവിക്കുകയാണെങ്കിൽ അത് ഒരു മാനസിക ആരോഗ്യത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് 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 കാണാം, നമുക്ക് പരിഗണിക്കാം. ഒരു മാനദണ്ഡമായിട്ട് അതിനെ കണക്കാക്കാം. ഉദാഹരണമായിട്ട് ആങ്സൈറ്റി, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, OCD, അല്ലെങ്കിൽ ഡിപ്രഷൻ, ഇതുപോലുള്ള മാനസിക ആരോഗ്യ വെല്ലുവിളികൾ അനുഭവിക്കുന്നവർ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, അവരൊക്കെ കഠിനമായ, വളരെ അവർക്കൊരു മാനേജ് പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റം അത് കഠിനമായ മാനസിക സംഘർഷത്തിന് ഇടയാക്കുകയാണെങ്കിൽ അതൊരു ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് കണക്കാക്കാം. മാനസിക ആരോഗ്യത്തിന്റെ കുറവായിട്ടുള്ളതിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. മൂന്നാമത്തെ ഡി എന്താന്ന് നോക്കാം. ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ തന്നെ സെൽഫ് കെയർ, നമ്മുടെ സ്വയം സംരക്ഷിക്കുന്നതായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഉദാഹരണമായിട്ട് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം, ഉത്തരവാദിത്വങ്ങൾ. എല്ലാ വ്യക്തികൾക്കും ഓരോരോ റോൾസ് ഉണ്ടല്ലേ. വിദ്യാർത്ഥികളാണെങ്കിൽ അവർ സ്കൂൾസിലോ കോളേജിലോ പോകണം, അവരുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യണം, അവർക്കുള്ള ടാർഗറ്റ് ഉണ്ടായിരിക്കും, ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും, അത് അച്ചീവ് ചെയ്യണം, എക്സാംസ് പാസ്സാവണം, അങ്ങനെയൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങളും. ഒരു 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 ഗൃഹനാഥനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടായിരിക്കും, ബാങ്കിലോ ഒരു കമ്പനിയിലോ ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ തൊഴിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ അവർക്കും ഉണ്ട്, എല്ലാവർക്കും തന്നെ ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്യേണ്ട തരത്തിലുള്ള ചില കടമകളുണ്ട്. അപ്പോൾ ഇത്തരം കടമകൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ, ഉദാഹരണമായിട്ട് ഇതുവരെ നല്ല രീതിയിൽ തൊഴിലെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഡ്യൂട്ടിക്ക് സമയത്ത് കൃത്യമായിട്ട് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ആ തൊഴിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല, തെറ്റുകൾ വരുത്തുന്നു, അതിൽ ഫങ്ഷനായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് പുള്ളിക്കാരൻ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണെങ്കിൽ ഇത് നമുക്കൊരു മാനസികാരോഗ്യ കുറവിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാം.
നാലാമത്തെ ഡി ഡേഞ്ചർ. ഇത് വളരെ വളരെ ക്രിട്ടിക്കലാണ്. അതായത് അപകടകരമായിട്ടുള്ള സ്വഭാവങ്ങൾ. അതായത് ഒരു വ്യക്തിക്ക് സ്വയം തൻ്റെ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് പോകുക. ഉദാഹരണമായിട്ട് ആത്മഹത്യ ചെയ്യുക, തോന്നലുണ്ടാകുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റം മറ്റുള്ളവരുടെ ജീവനോ മറ്റുള്ളവരുടെ ജീവന് ഹാനികരമാവുന്ന തരത്തിലുള്ള ആ, തരത്തിലുള്ള ഇടപെടലുകൾ വരികയാണെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ലക്ഷണം മാനസികാരോഗ്യത്തിൻ്റെ കുറവുള്ളതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ 4 ഡീസും കൂടെ ചേരുന്നതിൻ്റെ വ്യതിയാനങ്ങൾ കുറച്ചിലുകൾ അനുസരിച്ചാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ മാനസിക ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നതിന് തെറാപ്പി നിർണ്ണയിക്കുകയും രോഗനിർണയം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അവയർനെസ് പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണ്. ഇത് ഒരിക്കലും തന്നെ നമ്മൾ സ്വയം ഡയഗ്നോസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡയഗ്നോസ് ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കരുത്. സൈക്കോസ്കോപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക.